രക്താർബുദത്തെ കീഴ്പ്പെടുത്തി ദേശീയ പവർ ലിഫ്റ്റിംഗിലടക്കം സ്വർണം നേടിയ കൊല്ലം സ്വദേശി വേണു മാധവന് പറയാനുള്ളത് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ്. മനക്കരുത്ത് കൊണ്ട് മാത്രമാണ് ഈ വിജയം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇനിയും നേടാനുണ്ട് എന്ന തോന്നലാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. അർബുദം തളർത്താൻ നോക്കിയ ശരീരമാണ്. ജീവിതത്തിലേക്ക് നടന്നുകയറാൻ തളരാതെ കരുത്തു കാട്ടണമായിരുന്നു. ഒരു പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഇത് ക്യാൻസറിനെ കവർ ചെയ്യാൻ എനിക്ക് കുറേ സഹായിച്ചിട്ടുണ്ട് മാനസികമായിട്ട്. പിന്നെ ഇതിൽ നല്ലൊരു എന്താ പറയുക, ഈ പോർട്ടിൽ ഈ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിന് കുറച്ചുകൂടെ ധൈര്യം ഉണ്ടാവുക. ഡോക്ടർമാരൊരു ടൈമിംഗ് പീരീഡ് വെച്ചിരുന്ന 6 മാസത്തോളം എന്നാണ് പറഞ്ഞിരുന്നത്. കൂടുതൽ ഇതുണ്ടാവില്ല. എന്നുവെച്ചാൽ എൻ്റെ 3rd കഴിഞ്ഞ് 4th എത്തിയതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഭഗവാന്റെ കൃപയോ അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയോ കിട്ടിയ പുണ്യത്തിൻ്റെയും ഫലമായിട്ടായിരിക്കണം എനിക്ക് വീണ്ടും ഇത്രയും നാളെങ്കിലും നിൽക്കാൻ പറ്റിയത്. നാളത്തെ അറിയുന്നില്ല. 2014 രക്താർബുദം സ്ഥിരീകരിച്ചതോടെ വേണുവിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞെന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. പക്ഷേ വിധിയെ കുറ്റം പറഞ്ഞിരിക്കാൻ വേണു ഒരുക്കമായിരുന്നില്ല. ആദ്യത്തെ ഒരു ചെറിയൊരു ഷോക്ക്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതൊരു ചലഞ്ച്, എനിക്കത് ആവശ്യമായിരുന്നു. ആ ചലഞ്ച് എടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് വിൻ ചെയ്യണമെന്നുള്ളത് എൻ്റെ ആവശ്യം തന്നെയായിരുന്നു. അത് ഒരു ഇതാണ്. എനിക്കൊരു വിസിറ്റർ ഉണ്ടായിരുന്നിട്ടില്ല, എന്നെ ആരും അങ്ങനെ ഫിനാൻഷ്യലായിട്ടും സഹായിക്കാനുണ്ടായിരുന്നില്ല. അന്നേരം എനിക്കതൊരു ചലഞ്ച് തന്നെയായിരുന്നു തിരിച്ചെടുക്കണമെന്നുള്ളത്. രോഗം നൽകിയ ശരീരവേദനയിലും സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കിയ മാനസിക പിരിമുറുക്കത്തിലും പുഞ്ചിരിയോടെ യാത്ര തുടരാനാണ് വേണുവിനിഷ്ടം. ഞാനൊരു ഇൻ്റർനാഷണൽ സ്ട്രോങ് മാൻ ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. 2027 ആവും എന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ്. നല്ല സ്പോൺസേഴ്സിനെയും ബാക്കിയുള്ളത് കിട്ടിയാൽ വലിയ ഇതാണ്. അപ്പോഴും പവർ ലിഫ്റ്റിംഗ് പോലെയുള്ളവയുടെ ഭാവിയിൽ ആശങ്കയുമുണ്ട് ഈ കായിക പ്രതിഭയ്ക്ക്. ഇനിയും ഏറെ ദൂരങ്ങൾ താണ്ടേണ്ടതുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. വേണു അതിജീവന യാത്ര തുടരുകയാണ്. ക്യാമറമാൻ രാജ്കിരണിനോടൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.